എന്നാൽ ഇത് കേൾക്കെ ഡാനിക്ക് ദേഷ്യമാണ് ഉണ്ടായത്. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തന്നെ അവൾ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് എന്നോർത്ത് അവൻ അവളോട് ദേഷ്യം തോന്നി. അവളെയും തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവളോട് ഈ കാണിക്കുന്ന സ്നേഹം അഭിനയമാണെന്ന് അവൾ വിശ്വസിക്കാനേ വഴിയുള്ളൂ. അവൻ്റെ തല വല്ലാതെ പെരുക്കുന്നത് പോലെ തോന്നി. ഡാനി വേഗം തന്നെ അവളിൽ നിന്ന് മുഖം തിരിച്ച് ദേഷ്യത്തോടെ തന്നെ റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് പോയി. അവൻ്റെ പിന്നാലെ തന്നെ നന്ദുവും ഇറങ്ങി. ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഡാനിയെയും അവൻ്റെ പുറകെ കരഞ്ഞ മുഖത്തോടെ ഇറങ്ങി വരുന്ന നന്ദുവിനെയും കണ്ട് ജനിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. അവൾ നന്ദുവിനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഡാനി ഇത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും നന്ദു അവളുടെ പുച്ഛത്തോടെയുള്ള ചിരി നന്നായി ശ്രദ്ധിച്ചിരുന്നു. നന്ദു അവളെ കണ്ടില്ലെന്ന് വരുത്തി പതിയെ മുന്നോട്ട് നടന്നു. ഡാനിയുടെ കൈകളിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. അത് കാണേ ജനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഡാനിയാണെങ്കിൽ അത്ഭുതത്തോടെ അവളെ നോക്കുകയായിരുന്നു. നന്ദു കണ്ണുകൾ കൊണ്ട് ജനിയെ കാണിച്ചു. ഡാനി രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അവളെ ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് കവിളിൽ അമർത്തി കടിച്ചു. എന്നിട്ട് അവിടെ അവൻ്റെ നാവിനാൽ ഒഴിഞ്ഞുകൊണ്ട് അമർത്തി ചുംബിച്ചു. ഇത് നേരത്തെ നീ പറഞ്ഞതിനുള്ളതാണ്. ഇനി മേലാൽ അങ്ങനെ വല്ലതും പറഞ്ഞ ഇതിലും കൂടുതൽ മധുരമുള്ളതായിരിക്കും നിനക്ക് തരാൻ പോകുന്നത്. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും നന്ദു അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ അവളെ സൈറ്റടിച്ച് കാണിച്ചു. എന്നിട്ട് അവളുടെ കാതോരം പറഞ്ഞു, നീയായിട്ട് തന്ന അവസരമാണ്. ഞാൻ എന്തിനാ വെറുതെ പാഴാക്കുന്നത്? ഞാൻ അല്ലെങ്കിലേ നീയൊന്ന് തൊട്ടിരുന്നെങ്കിലെന്ന് കൊതിച്ചിരിക്കുക. അപ്പോഴാണ് നീയായിട്ട് വന്നത്. അപ്പം പിന്നെ അതങ്ങ് മുതലാക്കി അല്ല പിന്നെ. ഡാനി അതും പറഞ്ഞ് നന്ദുവിൻ്റെ ഇടുപ്പിൽ ഒന്നുകൂടെ കൈകൾ അമർത്തി. നന്ദുവിന് ആകെപ്പാടെ വല്ലാത്ത വെപ്രാളം തോന്നി. എന്നാൽ ഇത് കണ്ട ജനിയുടെ അവസ്ഥ ഷോക്കടിച്ച കാക്കയെ പോലെ ആയിപ്പോയി. അവൾ അനങ്ങാനാവാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു. തൻ്റെ സ്ഥാനത്താണ് നന്ദു നിൽക്കുന്നത് എന്ന് ഓർത്തതും ജനിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ മുറിയിലേക്ക് കയറി കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞുടച്ചു. അവൾക്ക് എങ്ങനെ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്നറിയാതെ പോയി. ഇല്ല ശ്രീനന്ദ, അവന് നിനക്ക് ഞാൻ വിട്ടുതരില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കും. അത് നിന്നെ കൊല്ലേണ്ടി വന്ന അങ്ങനെ. അവൾ പകയെരിയുന്ന കണ്ണുകളോടെ കണ്ണാടിയിലേക്ക് നോക്കി പറഞ്ഞു. ജനി പോയതും നന്ദു ഡാനിയെ ഒറ്റ തള്ളു വെച്ചു കൊടുത്തു. ഡാനിക്കാണെങ്കിൽ അവളുടെ മുഖഭാവം കണ്ട് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അമ്മച്ചിയെ ചെന്ന് കണ്ട് യാത്ര പറഞ്ഞു. പപ്പ ഓഫീസിൽ പോയിട്ടുണ്ടാവുമെന്ന് അവൻ ഓർത്തു. ഡാനിയും നന്ദുവും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും സാർ അവൻ്റെ മുന്നിലേക്ക് വന്നു. മോനെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സാറ ഗൗരവത്തോടെ പറഞ്ഞതും ഡാനിയൊന്നും മിണ്ടാതെ അവരുടെ പുറകെ നടന്നു. അവർ സോഫയിലേക്ക് ഇരുന്നു. എതിർവശത്തായി ഡാനിയും തൊട്ടടുത്ത് തന്നെയായി നന്ദുവും നിൽപ്പുണ്ട്. എന്താ മമ്മ എന്നോട് പറയാനുള്ളത്? ഡാനി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അത്രയും നേരം ഗൗരവത്തോടെ ഇരുന്ന സാറ പെട്ടെന്ന് തന്നെ ദയനീയ ഭാവം മുഖത്തണിഞ്ഞു. അല്ല മോനെ, നീ എങ്ങോട്ടാ പോകുന്നത്? അവൻ്റെ വേഷം കണ്ട് സാറ അടിമുടി നോക്കി അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുവാ മമ്മ. ഓ, ക്രിസ്ത്യാനിയായ നീ അമ്പലത്തിലേക്ക് അല്ലേ? വന്ന പാടവൾ മയക്ക് കയ്യിലെടുത്തിരിക്കുവാണല്ലേ നിന്നെ. അവൾ പറഞ്ഞതായിരിക്കുമല്ലേ അമ്പലത്തിലേക്ക് പോവാൻ? സാറ പുച്ഛത്തോട് അവനോട് ചോദിച്ചു. എൻ്റെ മമ്മേ, അവൾ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നോട് ഇന്നലെ അമ്മച്ചി പറഞ്ഞിരുന്നു. പിന്നെ ഞാനും ആലോചിച്ചപ്പോൾ ശരിയെന്ന് കരുതി. അവളെന്നും പ്രാർത്ഥിച്ച ദൈവത്തോട് അവൾക്കും പ്രാർത്ഥിക്കാനുണ്ടാവില്ലേ? സ്നേഹത്തിലാണ് മമ്മ കാര്യം. അതിനെ സാറൊന്ന് അമർത്തി മൂളി. അതൊക്കെ പോട്ടെ, മമ്മ എന്തെന്നോട് പറയാൻ വന്നത്? അത് എന്താ നിന്റെ ഉദ്ദേശം? ഇനിയും ഇവളെവിടെ നിർത്താനാണോ? നന്ദുവിനെ ചൂണ്ടി അവർ ഒരുതരം വെറുപ്പോടെ ചോദിച്ചു. ഡാനി സംശയത്തോടെ അവരെ ഒന്ന് നോക്കി. ഡാനി, ജനിമോളോടുള്ള വാശിക്കല്ല നീ ഇവളെ മിന്നു കെട്ടിയത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയേക്ക്. എന്തായാലും ഇവളെ പോലൊരു പെണ്ണിന് പൈസയായിരിക്കും വേണ്ടി വരിക. അത് എത്രാന്ന് വെച്ച മോൻ കൊടുത്തേക്ക്. സാറ പുച്ഛത്തോടെ നന്ദുവിനെ എറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാറയുടെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
താനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ ഇത്രയോ വേഗം. നന്നായി, പെട്ടെന്ന് എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇനിയും വേദന കൂടുകയേ ഉള്ളൂ. ഈ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ല. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോവുകയാണ്. എന്നാലും ഒരുപാട് അടുക്കാതിരിക്കണമെങ്കിൽ ഞാനിവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. നന്ദു അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ആരോ ചേർത്ത് പിടിക്കുന്നത് അവൾ അറിഞ്ഞു. മമ്മ, ഞാനേ വാടകയ്ക്ക് വാങ്ങിയ സാധനമല്ല ഇവൾ. ഞാൻ മിന്നു കെട്ടി കൊണ്ടുവന്നെൻ്റെ ഭാര്യയാണ്. മമ്മ പറയുമ്പോൾ തിരികെ കൊണ്ടാക്കാനും വേണ്ടാന്ന് വെക്കാനും ഇവളൊരു സാധനമല്ല, എൻ്റെ ഭാര്യയാണ്. മമ്മ പറഞ്ഞില്ലേ ജനിയോടുള്ള വാശിക്കാണ് ഞാൻ ഇവളെ കെട്ടിയതെന്ന്. ഒരിക്കലുമല്ല. ഈ ഡാനിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ശ്രീനന്ദ മാത്രമായിരിക്കും. അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള സംസാരം എന്നോട് വേണ്ട. ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്തത്. മമ്മ ജനിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരിക്കലും ജനിയെ ഞാൻ അംഗീകരിക്കില്ല. അപ്പം പിന്നെ മമ്മ ഈ ശ്രമം നടത്തുന്നത് വെറുതെയാ. ഡാനിയുടെ ശരീരത്തിനും മനസ്സിനും ഒരേ ഒരു അവകാശിയേ ഉണ്ടാകൂ. അത് ഈ നിൽക്കുന്ന ശ്രീനന്ദ മാത്രമായിരിക്കും. എനിക്കിവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ കഴിയില്ല. അത്രയ്ക്ക് ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. ഡാനിയുടെ മരണം വരെ ഇവൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ. ഇവളെ ഒഴിവാക്കാമെന്ന് ആരും കരുതണ്ട. അതിന് ഡാനി സമ്മതിക്കില്ല. ഇനിയും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുത്. ഡാനി ഒരു താക്കീതോട് സാറയോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട നന്ദു ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. സാറയോട് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ കാര്യമായി പറഞ്ഞതാണോ എന്നറിയാതെ അവൾ കുഴങ്ങി. ഡാനി നന്ദുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ ഇതെല്ലാം കേട്ട് മുറിയിലെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു ജനി. ജനിക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ നന്ദുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അവളെ ഡാനിയിൽ നിന്ന് മാറ്റി നിർത്തി കവിളിൽ അടിക്കാനായി കൈ ഉയർത്തിയതും ഡാനിയുടെ കൈകൾ ജനിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. നന്ദുവും ജനിയും സാറയും തറഞ്ഞു നിന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ. എൻ്റെ പെണ്ണിനെ തൊടാൻ നീ ആരടി പുല്ലേ? ഡാനിയുടെ അലർച്ച കേട്ട് കിച്ചണിലെ ജോലിക്കാർ വരെ പുറത്തേക്ക് വന്നു. നിനക്ക് വീടില്ലേ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെണ്ണിനെ അടിക്കാൻ നിൽക്കുന്നോ? കൊന്നുകളയും ഞാൻ. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. മേലിൽ നിന്നെ എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. എൻ്റെ മാത്രമല്ല ഇവളുടെയും. മനസ്സിലായോ നിനക്ക്? ഡാനി നന്ദുവിനെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മിയെ ഓർത്ത് മാത്രമാണ് ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. എന്നാൽ ഇനി അതുണ്ടാവില്ല. ഇനി മേലിൽ ഇത് ആവർത്തിച്ച ഇപ്പോൾ തന്നെ സമ്മാനം എന്നും ഓർമ്മയിൽ ഉണ്ടാവണം. ഈ ഡാനിയെ നിനക്ക് ശരിക്കും അറിയില്ല. നീ കരുതിയിരിക്കുന്നത് പോലെയല്ല ഞാൻ. പണ്ട് നീ കണ്ടിട്ടുള്ള ഡാനിയല്ല ഇത്. ഇത് പുതിയ ഡാനിയാ. ഡാനി അതും പറഞ്ഞ് നന്ദുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. എൻ്റെ മോള് സങ്കടപ്പെടേണ്ട. നീ മാത്രമായിരിക്കും അവൻ്റെ ഭാര്യ. ഞാൻ കണക്ക് കൂട്ടിയത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. അവനും അവൻ്റെ സ്വത്തുക്കളുമെല്ലാം നിൻ്റേത് മാത്രമായിരിക്കും. ഇത് നിനക്ക് നിന്റെ ആൻറ്റി തരുന്ന വാക്കാണ്. സാറ അത് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ട് അമ്മച്ചി റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ റൂമിൻ്റെ വാതിൽ ഡാനി പോയപ്പോൾ അടക്കാത്തത് കൊണ്ട് തന്നെ നന്നായി അവർ കേട്ടിരുന്നു. അമ്മച്ചി കേട്ടത് ജനിയും സാറയും അറിഞ്ഞിരുന്നില്ല. ഇല്ല സാറ, ഒരിക്കലും എൻ്റെ ഡാനി നിന്റെ കൈകളിൽ കളിക്കാൻ ഞാൻ വിട്ടുതരില്ല. എൻ്റെയും എൻ്റെ മോൻ്റെയും അവസ്ഥ എൻ്റെ കുഞ്ഞിന് ഞാൻ ഉണ്ടാകാൻ സമ്മതിക്കില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവർ പലതും മനസ്സിൽ കണക്ക് കൂട്ടി കണ്ണടച്ച് കിടന്നു. എന്നാൽ ഇതേ സമയം ഇതൊന്നും കേട്ട് ശ്രീ പേടിക്കണ്ട, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി അവർ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഡാനി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും നന്ദു വെറുതെ ഒന്ന് തലയാട്ടി. പെട്ടെന്ന് ഡാനി അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി. എന്താ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം? ഞാൻ കാര്യമാ പറഞ്ഞത്. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അറിയുന്നത് തന്നെ വളരെ വൈകിയാണ്. അതുകൊണ്ട് നീ ആര് പറയുന്നതും
കാര്യമാക്കി എടുക്കേണ്ട. അമ്മച്ചിയെ മാത്രം നോക്കിയാൽ മതി. ഡാനി ഗൗരവത്തോടെ പറഞ്ഞു. ഇരുവരും നടന്ന് കാറിനടുത്തേക്ക് എത്തിയതും നന്ദു ഡോറ് തുറന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡാനി ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറിയിരുന്നു. അവർ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു. ഇരുവരും അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി. നന്ദു ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊട്ടു. ഡാനി അവൾക്ക് നേരെ കുനിഞ്ഞു വന്ന് നെറ്റിയിലേക്ക് കണ്ണു കാണിച്ചതും നന്ദു അത്ഭുതത്തോടെ അവനെ ഉറ്റുനോക്കി. അത് കണ്ടതും ഡാനി ഒന്ന് ചിരിച്ചു. ഒന്ന് തൊട്ടുതാ എൻ്റെ ശ്രീകുട്ടി, എനിക്ക് തൊട്ടു തന്നാലേ നിന്റെ ദൈവങ്ങൾ നിന്നോട് പിണങ്ങുമോ? അത് കേട്ടതും നന്ദു പുഞ്ചിരിയോടെ മറുത്തൊന്നും പറയാതെ അവൻ്റെ നെറ്റിയിലും ചന്ദനം തൊട്ടുകൊടുത്തു. എന്തുകൊണ്ടോ നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി മിന്നിമാഞ്ഞു. അവളത് ഡാനി കാണാതെ മറക്കുകയും ചെയ്തു. ഇരുവരും കാറിലേക്ക് കയറി യാത്ര തിരിച്ചു. തിരികെ പോകുന്ന വഴി മാറിയതും നന്ദു സംശയത്തോടെ ഡാനിയെ നോക്കി. തൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലായതും നന്ദുവിന് വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. പോകുന്ന വഴിയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി അവർക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സും ബേക്കറിയിൽ നിന്ന് പലഹാരവും ആഹാര സാധനങ്ങളും വാങ്ങിക്കൊണ്ടാണ് ഡാനിയും നന്ദുവും അവരുടെ വീട്ടിലേക്ക് പോയത്. നന്ദുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൾ വർദ്ധിച്ച സന്തോഷത്തോടെ ഡാനിയെ നോക്കിയതും ഡാനി അവളെ നോക്കിയതും ഒന്നിച്ചായിരുന്നു. എന്താന്നർത്ഥത്തിൽ ഡാനി അവളെ നോക്കി പുരികമുയർത്തി. ഒരുപാട് നന്ദിയുണ്ട് സർ, എൻ്റെ മനസ്സ് മനസ്സിലാക്കിയതിന്, നന്ദു അവനോട് പതിയെ പറഞ്ഞു. അതിന് മറുപടിയായി ഡാനി ഒന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ചു ദൂരം എത്തിയതും ഡാനി ആളൊഴിഞ്ഞ റോഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയിരുന്നു. നന്ദു അത് കണ്ട് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇപ്പം എന്താ പറഞ്ഞത്? നന്ദിയോ? എനിക്കാരുടെയും നന്ദിയൊന്നും വേണ്ട. അത് മോള് നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ. ഡാനി അവളെ പുച്ഛിച്ചു. എനിക്ക് വേണ്ടത് പറഞ്ഞാ നീ തരുമോ പെണ്ണെ? അവൻ കുറുമ്പോട് അവളെ നോക്കി ചോദിച്ചതും നന്ദു മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പറ ശ്രീ, എനിക്ക് വേണ്ടത് പറഞ്ഞ നീ ഈ നിമിഷം തരുമോ? അവൻ ആർദ്രമായി വീണ്ടും ചോദിച്ചു. അവൻ്റെ സംസാരത്തിലെ ശൈലി മാറിയതറിഞ്ഞതും നന്ദുവിൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി.